ഇപ്പോൾ CPIM സംഘടിപ്പിക്കുന്ന വർഗീയതയ്ക്കെതിരായ പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ് തത്സമയം. അതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം മറ്റ് സ്ഥലങ്ങളിൽ CPM അനുഭവിക്കേണ്ടി വരും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ CPMനെതിരെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വസ്തുതകൾ മറച്ചുപിടിച്ചുകൊണ്ട് RSSകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് ചർച്ചാ വിഷയമാകാതിരിക്കാനാണ് ഇത്തരമൊരു പ്രചരണം ദേശവ്യാപകമായി അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം CPMൻ്റെ 5 പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ 3 പേർ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ ജില്ലയിലാണ്. ഒരാൾ തൃശ്ശൂർ ജില്ലയിലും ഒരാൾ തിരുവനന്തപുരം ജില്ലയിലുമാണ് അവർ കൊലപ്പെടുത്തിയത്. CPMൻ്റെ 35 ഓഫീസുകൾ തകർക്കുകയുണ്ടായി. പാർട്ടി നേതാക്കന്മാരുടെ 80 നേതാക്കന്മാരുടെ വീടുകൾ ആക്രമിക്കുന്ന അവസ്ഥ ഈ 5 മാസത്തിനിടയിലുണ്ടായി. 300-ൽ പരം പ്രവർത്തകന്മാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. 5 മാസത്തിനിടയിൽ നടന്ന ഈ സംഭവം ഇത് RSS ആസൂത്രിതമായി നടത്തിയ സംഭവമാണ്. ഈ സംഭവങ്ങളൊന്നും BJPക്കാർക്ക് നേരെ ഒരു കൊലപാതകം നടന്നതിൻ്റെ തുടർച്ച എന്നുള്ളതിൽ നടന്ന സംഭവങ്ങളല്ല. ഇതെല്ലാം തന്നെ ഏകപക്ഷീയമായി CPMന് നേരെ അവിടെ നടത്തിയ ആക്രമണങ്ങളാണ്. ആദ്യത്തെ സംഭവം നടന്നത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന പ്രദേശത്താണ്. അവിടെ സഖാവ് രവീന്ദ്രനെ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണ് പിണറായി പഞ്ചായത്തിൽ വെച്ച് വിദ്യാഹ്ലാദ പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തി രവീന്ദ്രനെ കൊലപ്പെടുത്തിയത്. അങ്ങോട്ട് യാതൊരു പ്രകോപനവുമില്ലാതെ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണമാണ്. പയ്യന്നൂരിലെ ധനരാജ് അവിടുത്തെ പാർട്ടിയുടെ പ്രിയങ്കരനായ ഒരു പ്രവർത്തകനാണ്. ആ സഖാവ് വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് മോട്ടോർ ബൈക്കിൽ വന്ന അക്രമി സംഘം അദ്ദേഹത്തെ പിന്തുടർന്ന് രക്ഷപ്പെടാൻ വീട്ടിൽ കയറാൻ ശ്രമിച്ച സന്ദർഭത്തിൽ വീട്ടിൻ്റെ മുമ്പിലിട്ട് ധനരാജിനെ വെട്ടി നുറുക്കുന്നത്. പടുവിലായി എന്ന് പറയുന്ന സ്ഥലത്ത് വേങ്ങാട് ലോക്കൽ കമ്മിറ്റി മെമ്പർ മോഹനൻ അവിടുത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സഖാവാണ്. അവിടെ യാതൊരു സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഇത് CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തൊഴിൽശാല ആക്രമിച്ചുകൊണ്ടാണ് പട്ടാപ്പകൽ സമയത്ത് കടയിൽ കയറി മോഹനെ 38 കഷങ്ങളാക്കി വെട്ടുനുറുക്കിയത്. തൃശ്ശൂരിൽ എങ്ങണ്ടിയൂരിൽ നടന്ന കൊലപാതകം LDF അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ സഖാവിനെ എങ്ങണ്ടിയൂരിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഇവിടെ നാഗപ്പൻ സൂചിപ്പിക്കുകയുണ്ടായി. പതിയിരുന്ന് ആക്രമിച്ച് നടത്തിയ കൊലപാതകമാണ്. തിരിച്ചങ്ങോട്ട് സംഭവം നടത്താതിരുന്നാൽ മാർക്സിസ്റ്റ് ആക്രമം എന്ന് പ്രചരിപ്പിക്കില്ല. കണ്ണൂർ ജില്ലയിൽ RSSനെതിരായി ചില ചെറുത്തുനിൽപ്പുണ്ടായി. ചെറുത്തുനിൽപ്പുണ്ടായാൽ
ഉടനെ മാർക്സിസ്റ്റ് ആക്രമണം എന്ന് പ്രചരിപ്പിക്കും. RSSനെ ചെറുത്തു നിൽക്കാൻ ആളില്ലാത്തൊരു സമൂഹം സൃഷ്ടിക്കുകയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ പറഞ്ഞു. 22ഓളം പേരെ കൊലപ്പെടുത്തി. കേരളത്തിൽ കഴിഞ്ഞ 36 കൊല്ലത്തിനിടയിൽ RSSന്റെ ആക്രമണത്തിന് വിധേയരായി 204 പ്രവർത്തകന്മാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ CPMന്റെ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ ജില്ലയിലാണ്. 65 പേർ 36 കൊല്ലത്തിനിടയിൽ കണ്ണൂർ ജില്ലയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ CPMന്റെ പ്രവർത്തകന്മാർ RSSകാർ കൊലപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. 32 പേരെ തൃശ്ശൂർ ജില്ലയിൽ RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പേരെ തിരുവനന്തപുരം ജില്ലയിലും 21 പേരെ പാലക്കാട് ജില്ലയിലും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 18 സഖാക്കളെയാണ് RSSകാർ കൊലപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ 13 പേര്, കാസർഗോഡ് ജില്ലയിൽ 13 പേര്. ഇങ്ങനെ ഓരോ പ്രദേശത്തും നിരവധി സഖാക്കളെ കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം. ഫാസിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് RSSനുള്ളത്.